ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എണീറ്റു. മരത്തിനാണ് നോക്കാറ്. അപ്പോൾ അമ്മ ഞാൻ അടച്ചിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഉറങ്ങിയിട്ട് ഈ ടെറസിൽ ഇരിക്കും. ഇവിടെ കുറേ നല്ല തണുപ്പാണ്. ഇവിടെ കുറേ തണുപ്പുണ്ട്. പിന്നെ മാത്രമല്ല പക്ഷികളൊക്കെ പറക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ കുറേ മരങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. ചെടികളുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. കൂടുതൽ കാണാൻ ആ പുല്ലുകളെയാണ്. പുല്ലിൽ തത്ത വരുന്നതാണ് കൂടുതൽ ഭംഗിയാവുന്നത്. പുല്ലിൽ ചില സമയത്ത് തത്തകൾ വന്ന് നെല്ല് കൊത്തി പോകാറുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ കൊക്കൊക്കെ വരാറുണ്ട്. കൊക്കും അങ്ങനെ കുറേ പക്ഷികളൊക്കെ വരാറുണ്ട് ഈ സ്ഥലത്ത്. അപ്പം എനിക്ക് ചായ കുടിക്കണം. അപ്പം നമുക്ക് പല്ലിക്കാൻ പോകാം. ഹലോ, ഹായ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രഷ് തേച്ചു. ഇതാണ് എൻ്റെ പൂന്തോട്ടം. അപ്പോൾ ഇത് എനിക്ക് കുറേ പൂമ്പാറ്റകൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂന്തോട്ടം ഉണ്ടാക്കിയത്. മാത്രമല്ല തേനീച്ചകളും അതൊക്കെ വരാനാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ നിറയെ പൂക്കളാണ്. ഞങ്ങൾക്കൊന്നും ഇവിടെ ഉള്ളിൽ കയറി നോക്കിയിട്ടാൽ ഈസിയായിട്ട് ഉള്ളിൽ കയറാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് കൂടുതൽ പിടിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടുതലും പിടിച്ചു. പിന്നെ ഇത് പിടിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം മൊട്ട് ഫുള്ളാവും, പിന്നെ അത് വിരിഞ്ഞ് വരുന്ന നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ പേരാണ് ചെണ്ടുമല്ലിക. ഇത് കുറേ പിടിക്കും, വേഗം പിടിക്കും, കുറേ പിടിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് പോയാൽ കൂടുതൽ ചെടികൾ കാണാൻ പറ്റും. എത്രയോ ചെടികൾ നമുക്ക് കാണാൻ പറ്റുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞൊരു സ്ഥലം, ഒരു മഞ്ഞയില്ലേ, ആ മഞ്ഞേൻ്റെ ഒരു പൂവ്. പിന്നെ ഓറഞ്ച്. പിന്നെ ഞാൻ എഴുതും ഇവിടെ ഉണ്ട് ആ പൂവ്. ഇതും ഈ തരങ്ങളിലുള്ള 2 പൂക്കൾസ് നമ്മൾ ഇവിടെ ആകുന്നുണ്ട്. കുറേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, അവിടെയൊക്കെ തേനീച്ചകളൊക്കെ വരുന്നുണ്ട്. ഇതാണ് കല്യാണത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ റോസാണിത്. റോസ് കുറേ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഇപ്പോൾ ആ റോസ് എവിടെ എനിക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ടെറസിൽ നിന്ന് കണ്ട കാഴ്ച ഇവിടെയും കാണാൻ പറ്റുകയാണ്. അത് കൂടുതൽ കാണാൻ പറ്റുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് പോയാൽ നിങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ താഴെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതാണ് ചെടികൾ വളരുന്നുണ്ട്. കുളത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വശത്ത് കാണുന്ന ഈ ഭാഗം നിങ്ങൾ നേരത്തെ കണ്ടിരുന്നല്ലേ ആ ടെറസിൽ നിന്ന് കാണുന്നില്ലേ ആ കാഴ്ച. അത് ഇതുപോലത്തെ അതന്നെ ഈ കാഴ്ച. എന്നാലും അത് വലുതായിട്ട് കാണുന്നില്ലെങ്കിലും നമുക്കിത് വലുതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതാണ് വേറൊരു തരം സൂര്യകാന്തിനെ പോലത്തെ ഒരു പൂവാണിത്. അതിൻ്റെ
ഇത് പൂവൊന്നും പിടിച്ചില്ല, അതിന് മേലെ ആ പൂ വീണതുകൊണ്ടാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് എടുത്ത് കളയാം. അപ്പോൾ ആ പൂവാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഏത് പൂവാണ്? അത് മരാവുന്ന പൂവാണ്, ചെമ്പകമാണിത്. ഈ ചെമ്പകം മരമാകും, മരമായ നല്ലതായിരിക്കും. മരമായിട്ട് അവിടെ പൂക്കളൊക്കെ താഴെ വീഴും. അത്ര ഭംഗിയാണ്, മാത്രമല്ല നല്ല മണവും ഉണ്ടാവും. അപ്പോൾ ഇവിടെ പൂവാവും, അതിന് ശേഷം ഇതാവും, പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം ഇതാവും. അപ്പം വിടർന്നതിന് ശേഷം വിത്തായി നമുക്ക് കിട്ടും. പിന്നെ ഇത് ഉള്ളത് ഞാൻ കാണിക്കാൻ വെച്ചത് ഇതാണ്, ഞാൻ പറഞ്ഞ ഇതാണ് വാടാർ മല്ലി. ഇത് വാടിയേ പോകുന്നില്ല, ഇതാണ് വാടാർ മല്ലി. അത് അതിൻ്റെ വിത്താണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാരണന്മാരാണ്. എപ്പോഴും ഞാൻ അവിടേക്ക് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുക. അപ്പോൾ ഇവിടെ ഇതെല്ലാം ആ കാരണന്മാർക്കിനെ തന്നുകൊണ്ടാണ് ഈ സാധനമൊക്കെ വാടാത്തത്. ആ കാരണന്മാർക്കിനെ തണൽ കൊണ്ടാണ്. പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ കാഴ്ചകളും എല്ലാ പൂക്കളും എല്ലാം ഞാൻ നിങ്ങൾക്ക് പിടിച്ചപ്പെടുത്തി. ഈ സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമാണിത്. ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ സ്ഥലം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞ സ്ഥലം ഏറ്റവും കാറ്റുകളുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ പേരാണ് കണ്ടം. ഇതിൻ്റെ കൂടുതൽ പേരാണ് ഇത് കണ്ടം എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടത്തിൽ പൂവാണെന്ന് പറയുമ്പോൾ കണ്ടത്തിൽ എന്ന് പറയും, പക്ഷെ ശരിക്കും പേരുള്ളത് അതിന് കണ്ടം എന്നാണ്, കണ്ടം. അപ്പം ഞാൻ കണ്ടത്തിൽ വന്നിരിക്കുന്നു. അപ്പം ഇതാ അവിടെ എത്ര പുല്ലുകളാണ്, എന്ത് ഭംഗിയാണ്. പിന്നെ ആ തിരിഞ്ഞു കാണാൻ ഇവിടെ ഇത്ര പക്ഷികളൊക്കെ കണ്ട, അതൊരു പക്ഷിയാണ്. ഇവിടെ വവ്വാലും അങ്ങനെ പല പക്ഷികളും വരാറുണ്ട്. മഞ്ഞക്കിളിയും പിന്നെ ഇത് പലപലാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ പേരാണ് തൊട്ടാവാടി. ഇത് തൊട്ടാവാടും, അതുകൊണ്ടാണ് തൊട്ടാവാടി പറയുന്നത്. പിന്നെ 5 മിനിറ്റിനുള്ളിൽ ശേഷം പിന്നെ വിരിയും. പിന്നെ നമ്മൾ തൊട്ടാൽ പിന്നെ നാശയും പിന്നെ വിരിത്താണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ കെട്ടിട്ടിരിക്കുന്നത്. ഇവിടെ കെട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പന്നികളൊക്കെ പോകുന്നുണ്ട്. അത് ഭയങ്കര സൂത്രമാണ് കേട്ടോ. ഇവിടെ നിരത്തിയിട്ട് പോയിട്ടുണ്ട്. അതിന് കെട്ട് കെട്ടിയിട്ട് ഇടൂല. പന്നികൾ അവിടെ കുറേയാണ്. അത് പന്നികളുടെ സ്ഥലം തന്നെയാണ് ഇവിടെ. അവിടെ പന്നികൾ കുറേ സ്ഥലമുണ്ട്, പക്ഷെ വെള്ളമില്ല. ഈ സ്ഥലം വെള്ളമില്ല. എന്നാലും മനസ്സിലാവില്ല, അന്നൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ പല്ലുവേദനയ്ക്കും അതിനൊക്കെ ഉപയോഗിക്കുന്ന പൂവ്. നല്ലതാണ് ഇത് പല്ലുവേദനയ്ക്കൊക്കെ. പിന്നെയാണ് ഇതാണ് എൻ്റെ പേരാണ്. ഇതാണ് ഒരു വെള്ളത്തരം പൂവ്. ഇത് മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ് ആ വെള്ളത്തരം പൂ. കഞ്ഞെണ്ണിയാണത്, കഞ്ഞെണ്ണിയാണ് ആ പൂവിൻ്റെ പേര്. പിന്നെ ഈ പൂവാണ് അതുപോലത്തെ കഞ്ഞെണ്ണിയാണ്. ഇതാണ് വേറൊരു പൂവ്. പിന്നെ
ഇവിടെയാണ് ഇവിടെ പൂ കാണിച്ചത്. പിന്നെ ഇവിടെ ഒരു പൂ ഉണ്ട് കേട്ടോ. ഇവിടെ ധാരാളം പൂ മുളച്ച് വരും. പിന്നെ ഇതാണ് കാക്കപ്പൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവിന്. വയലറ്റ് തരം പൂവാണ്. ഇതിൻ്റെ പേരാണ് കാക്കപ്പൂ. ഞാൻ ചിലപ്പോൾ ഞാനിപ്പോൾ ചെറിയമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. അതാ ആ വീട്ടാണ്. പിന്നെ ഞാനിവിടെ വേറെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. എനിക്കിതൊക്കെ വരും. അപ്പം ഇതാണ് അതാ ഇവിടെ പന്തൽ കിട്ടിയിട്ടുണ്ട്. അവിടെയും ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് വേറെ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ മരമാണ് അവിടെ അശോക മരമാണിത്. ഇതിൽ അശോകം എന്ന് വെച്ചാൽ തെച്ചിപ്പൂവാണ്. ഒരു വേറൊരു തരം തെച്ചിപ്പൂ. അതിന് പറയുക അശോകം കൊണ്ടാണ്. ഇവിടെ നിന്നായിരുന്നു ഞാനൊരു പൂമ്പാറ്റ പറഞ്ഞു പോകുന്നത് കണ്ടത്. ഒരു പൂമ്പാറ്റ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പൂമ്പാറ്റേനെ. അപ്പം നമുക്ക് അതുപോലെ അന്തരീക്ഷം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചെമ്പരത്തി. ഇത് കുറേ ചെമ്പരത്തി പിടിക്കും. എപ്പോഴും പിടിക്കാൻ പോവാണിപ്പോൾ. അവിടെ ഉണ്ട്, കുറേ പിടിക്കുന്നുണ്ട്. ആരും ഇപ്പോൾ പറിക്കാത്തോണ്ട് നല്ല കുറേ പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് പറിക്കും. എനിക്ക് പറിച്ചേ പറ്റും. ഞാൻ പറിക്കാതിരിക്കില്ല ഒരിക്കലും. ഞാൻ ഒരിക്കലും പറിക്കാതിരിക്കില്ല. ഈ പൂവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, മൈ ഫേവറേറ്റ്. അപ്പം ഞാൻ ഇത് എന്ന് തെളിയിച്ചു. നമുക്ക് അപ്പം നമുക്ക് ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പം നമുക്ക് അമ്മ ആവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതിന് ആവി എന്ന് പേരുണ്ട്, പക്ഷെ അതിൻ്റെ മറ്റൊരു പേരാണ് ആനയപ്പം. ഞാൻ അത് കാണിച്ചു തരാം. നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അമ്മ പായസം എന്താ? ഇതാണ് എൻ്റെ ആവി. ഇതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞിരുന്നു ആനയപ്പം. ഇത് എൻ്റെ ദേവാലയത്തിന് അച്ഛൻ ഉണ്ടാക്കിയ പായസമാണിത്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നൈര്യം. അപ്പോൾ ആദ്യം ഈ സ്ഥലത്തുനിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ കുറച്ച് വിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ആ കാലിൻ്റെ അടുത്ത് മുട്ടിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഒരു കാല് വരയ്ക്കാനുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ആക്കണം. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കണം. ഈ സ്ഥലത്തും നമ്മുടെ ഇവിടെ വരച്ചതുപോലെ ഒന്ന് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. ഈ ഭാഗവും ഇങ്ങനെ വയ്ക്കാം. അപ്പം നമ്മൾ കുറച്ച് നീളം കൂട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഈ കുറച്ച് ഭാഗമേ ഇങ്ങോട്ട് ഇവിടെ കാണും. നമ്മൾ ഇനി ബാക്കി ഭാഗം അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചു. നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ വരച്ചു. നമ്മുടെ മൊയ്യെല്ലാം റെഡി. അപ്പോൾ നമുക്ക് ഇനി വരയ്ക്കേണ്ടത് അണ്ടിപ്പരിപ്പില്ലേ? അണ്ടിപ്പരിപ്പ് അതന്നെ ഇത്.
കുളിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും കുളിച്ച് കഴിഞ്ഞിട്ട് ഗുളിക തിന്ന് എനിക്ക് രാവിലെ ഒരു ഗുളിക തിന്നുണ്ട്. അപ്പം ഞാൻ ഇതാണ് തിന്നുക. കഴിച്ചാണ് തിന്നേണ്ടത്. നമുക്ക് ശ്വാനം 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 രാമ 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 ഹായ്. അപ്പം ഞാൻ ക്ലാസ് കാണാൻ വേണ്ടി ക്ലാസ് തുടങ്ങി. അപ്പം ഞാൻ വേഗം ക്ലാസ് കാണാണ്. അതെ അതെ. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് തിന്ന് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ചായ കുടിച്ചല്ലോ. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു അമ്മ പഴം ചൂടാക്കിയിരുന്നു. പഴം ഇങ്ങനെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചൂടാക്കിയിരുന്നു. ഞാനതിങ്ങനെ തിന്നുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കുടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ജപിക്കാൻ പോവാണ്. കത്തിക്കാം. നമുക്ക് ജപിക്കാം. വിശ്വാനം 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 വിശ്വാനം.